കോഴിക്കോട് പെരുവഴിയിൽ ജനങ്ങളെ ആശങ്കയിലാഴ്ത്തി ഷിഗല്ല രോഗവ്യാപനത്തിന്റെ വ്യാപനമുണ്ട്. ആ രോഗവ്യാപനത്തിന്റെ ഉറവിടം കണ്ടെത്താനായി പരിശോധനകൾ തുടരുകയാണ്. നിലവിൽ 12 പേർക്കാണ് രോഗം സ്ഥിരീകരിച്ചത്. 51 പേർക്ക് രോഗലക്ഷണമുണ്ട്. ഒരാൾ മാത്രമാണ് ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്നത്. കൂടുതൽ പേരിലേക്ക് ഈ രോഗം പടരാതിരിക്കാൻ പ്രതിരോധ പ്രവർത്തനങ്ങളും ബോധവൽക്കരണവും ഊർജിതമാക്കുകയാണ് പഞ്ചായത്ത്. വെള്ളത്തിന്റെയും ഭക്ഷ്യവസ്തുക്കളുടെയും കൂടുതൽ സാമ്പിളുകൾ പരിശോധനയ്ക്ക് അയച്ചിട്ടുമുണ്ട്. MS അനീഷ് കുമാർ വിവരങ്ങളുമായി. അനീഷ്, ഈ തെരഞ്ഞെടുപ്പ് കാലഘട്ടമാണ്, പരമാവധി ജനങ്ങൾ സമ്പർക്കത്തിൽ നിൽക്കുന്ന സമയമാണ്. ഇതിൻ്റെയൊക്കെ ഒരു രോഗവ്യാപന സാധ്യതയൊക്കെ എന്താണ്? എന്തൊക്കെ മുന്നൊരുക്കങ്ങളാണ് അവിടെ ഉള്ളത്? ഹെൽദോ, കോഴിക്കോട് ജില്ലയിലെ പെരുവയൽ മേഖലയെ വലിയ ആശങ്കയിലാഴ്ത്തിയാണ് ഇപ്പോൾ ഷിഗല്ല രോഗബാധ പടർന്നു പിടിച്ചുകൊണ്ടിരിക്കുന്നത്. 51 പേര് ഇപ്പോൾ തന്നെ നിരീക്ഷണത്തിലായി കഴിഞ്ഞിരിക്കുന്നു. ഇതിൽ 32 പേർക്കോളം ഈ രോഗലക്ഷണങ്ങൾ പ്രകടവുമാണ്. 12 പേർക്ക് ഈ രോഗം ഇതിനകം തന്നെ സ്ഥിരീകരിക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യമുണ്ട്. രോഗം ഈ രീതിയിൽ പടർന്നു പിടിക്കുമ്പോഴും ഇതിന്റെ ഉറവിടം എന്താണ് എന്ന് സംബന്ധിച്ച കൃത്യമായ ഒരു കണ്ടെത്തൽ നടത്താൻ ആരോഗ്യവകുപ്പിന് കഴിയുന്നില്ല എന്നതാണ് നാട്ടുകാർക്ക് ആശങ്ക വർദ്ധിപ്പിക്കുന്നത്. ഭക്ഷണത്തിലൂടെയും വെള്ളത്തിലൂടെയും മറ്റുമൊക്കെയാണ് ഈ രോഗം പടരുന്നത്. അതുകൊണ്ട് ഈ വഴിയരികിലും മറ്റുമൊക്കെയുള്ള തട്ടുകടകൾ അല്ലെങ്കിൽ ഈ താൽക്കാലികമായി ഉയരുന്ന ഈ പഴക്കടകൾ, കൂൾബാറുകൾ തുടങ്ങിയ ഇടങ്ങളിലൊക്കെ പരിശോധന നടത്തുന്നുണ്ട്. ഒപ്പം വലിയ രീതിയിലുള്ള ബോധവൽക്കരണ പ്രവർത്തനങ്ങളും ഇതിന്റെ ഭാഗമായി പഞ്ചായത്തിന്റെയും ആരോഗ്യവകുപ്പിന്റെയും ഭാഗത്തു നിന്നും നൽകിയിട്ടുണ്ട്. ഈ കുടിവെള്ളത്തിലൂടെയോ ആഹാരത്തിലൂടെയോ ആവാം രോഗം പടരുന്നതെന്ന സംശയത്തെ തുടർന്ന് ഈ കൂടുതൽ സാമ്പിളുകൾ പരിശോധനയ്ക്കായി അയക്കുന്നുണ്ട്. ഷിഗല്ലയുടെ സാന്നിധ്യമുണ്ടോ എന്ന് കണ്ടെത്താനായി. ഒപ്പം കിണറുകളിൽ സൂപ്പർ ക്ലോറിനേഷൻ പോലുള്ള നടപടിക്രമങ്ങൾ നടത്തി വരികയും ചെയ്യുന്നുണ്ട്. ഒപ്പം തിളപ്പിച്ചാറിയ വെള്ളം മാത്രമേ കുടിക്കാവൂ എന്ന നിർദ്ദേശം പഞ്ചായത്തിന്റെയും ആരോഗ്യവകുപ്പിന്റെയും ഭാഗത്തു നിന്നും നാട്ടുകാർക്ക് നൽകുന്നുണ്ട്. ഒപ്പം കുടുംബശ്രീ വഴിയും ആശാ വർക്കർമാർ വഴിയും ഒക്കെ കൃത്യമായ ബോധവൽക്കരണ കാര്യങ്ങൾ നടത്തുന്നുണ്ട്. എന്തായാലും കഴിഞ്ഞ ഞായറാഴ്ചയാണ് ഷിഗല്ല രോഗബാധയെ തുടർന്ന് 3.5 വയസ്സുകാരിയായ ഒരു പെൺകുട്ടി മരിച്ചത്. കുറ്റിക്കാട്ടൂർ ആനക്കുഴിക്കരയിലായിരുന്നു സംഭവം നടന്നത്. മരണം സംഭവിച്ചെങ്കിലും പിന്നീട് നടത്തിയ പരിശോധനയിലാണ് ഷിഗല്ല രോഗബാധയാണ് മരണത്തിന് കാരണം എന്ന് കണ്ടെത്തിയത്. ഇതിനെ തുടർന്ന് കുട്ടി പഠിച്ചിരുന്ന അങ്കണവാടിയിലടക്കം മറ്റ് കുട്ടികളെയും പരിശോധനയ്ക്ക് വിധേയമാക്കി. അവിടെ നിന്നാണ് 3 കുട്ടികൾക്ക് രോഗലക്ഷണങ്ങൾ പ്രകടമായത്. ഇവരെ നിരീക്ഷണത്തിനായി ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. പിന്നീട് ഒരു 5 ആളുകൾ കൂടി രോഗബാധ പ്രത്യക്ഷമാവുന്ന സാഹചര്യമുണ്ട്. ഇതിനെ തുടർന്നാണ് സമഗ്രമായ പരിശോധന നടത്തുകയും കൂടുതൽ ആളുകൾക്ക് രോഗബാധ കണ്ടെത്തുകയും കൂടുതൽ ലക്ഷണങ്ങളോടെ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയും ചെയ്തിരിക്കുന്നത്. എന്തായാലും നിലവിൽ സ്ഥിതിഗതികൾ നിയന്ത്രണ വിധേയമായി പോകുന്നു എന്നാണ് അധികൃതർ വ്യക്തമാക്കുന്നത്. ഷിഗല്ല ബാക്ടീരിയ പോലും ഉണ്ടാവുന്ന ഒരു രോഗമാണ് ഇത്. അതിസാര രോഗം, അതായത് വയറിളക്കം പോലെയുള്ള ലക്ഷണങ്ങളാണ് പ്രകടമാവുന്നത്. നിയന്ത്രണ വിധേയമാണ് എന്ന് തന്നെയാണ് കോഴിക്കോട് നിന്നും അനീഷ് റിപ്പോർട്ട് ചെയ്യുന്നത്. ഈ കോഴിക്കോടേക്ക് ഭാഗത്തേക്ക് തന്നെ വീണ്ടും മറ്റൊരു അസുഖം കൂടി വരുന്നതിലുള്ള ആശങ്ക എന്താണ് ജനങ്ങൾക്കുണ്ടാകുന്നത്? കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.